ഓണം വയറ് നിറയ്ക്കാനുള്ളത് മാത്രമല്ല മനസ്സ് നിറയ്ക്കാനുള്ളത് കൂടിയാണ്. ഇത് വീണ്ടും തെളിയിക്കുകയാണ് എറവിലുള്ള ഒരു ഹോട്ടൽ ഉടമ. സ്വന്തം ഹോട്ടലിൽ സൗജന്യമായി വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി സദ്യ ഉണ്ണാനെത്തുന്നവർ സംഭാവനയായി നൽകുന്ന പണം പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്കായി നൽകുകയാണ് ഈ ഹോട്ടൽ ഉടമ. എറവ് അഞ്ചാങ്കല്ലിലെ ശ്രേയസ് ഹോട്ടലിൽ ഉത്രാടനാളിലെ ഈ സദ്യയ്ക്ക് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചരിത്രമുണ്ട്. വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിച്ചിറങ്ങുന്നവരുടെ മുഖത്ത് എന്തെന്നില്ലാത്ത തൃപ്തി. എന്നാൽ ഇതിനൊന്നിനും ഇവിടെ വിലയിടാക്കുന്ന ഒരു കാഷ്യർ ഇല്ല. പകരം വെച്ചിരിക്കുന്നത് ഒരു പണപ്പെട്ടി മാത്രം. ഈ ഹോട്ടലിൽ കഴിഞ്ഞ 21 വർഷമായി ഉത്രാടനാളിൽ തുടരുന്ന അപൂർവമായ കാഴ്ചയാണിത്. ഇവിടെ എത്തുന്നവർ കഴിച്ച ഭക്ഷണത്തിന് കണക്ക് പറഞ്ഞ് പണം നൽകേണ്ടതില്ല. പണപ്പെട്ടിയിൽ തങ്ങൾക്ക് കഴിയുന്നത് നിക്ഷേപിക്കാം. ഒരാളുടെ ഊണിന് 4 ആളുടെ പണം വരെ സന്തോഷത്തോടെ നൽകി മടങ്ങുന്നവരാണ് ഭൂരിഭാഗവും. കാരണം ഈ പെട്ടിയിൽ വീഴുന്ന ഓരോ രൂപയും ചെന്നെത്തുന്നത് ജീവിതത്തോട് പോരാടുന്ന നിർധനരായ രോഗികളുടെ കൈകളിലാണ്. 3 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയ ഹോട്ടലിൽ 21 വർഷം മുൻപാണ് രമേശ് ഈ സദ്യയൊരുക്കൽ തുടങ്ങിയത്. ഇന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും വ്യാപാരികളുമെല്ലാം രമേശിന്റെ ഈ നന്മയോടൊപ്പം കൈകോർക്കുന്നു. മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് അടക്കമുള്ള പ്രമുഖർ രാവിലെ തന്നെ പാചകപ്പുരയിലെത്തി സഹായികളാകുന്ന കാഴ്ചയും ഇവിടെയുണ്ട്. തനിമയുള്ള അനന്യമായ ഒരു ഹോട്ടലാണ് ശ്രീ രമേശൻ നടത്തുന്ന ശ്രേയസ് ഹോട്ടൽ. വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് വർഷങ്ങളായി ശ്രേയസ് പ്രവർത്തിക്കുന്നത്. ഓണക്കാലത്ത് ഓണത്തിന്റെ സങ്കല്പങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് സൗഹൃദം പങ്കുവെക്കുക, മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കാളികളാകുക, സന്തോഷത്തിൽ പങ്കാളികളാകുക, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രേയസിൽ ഒരു സദ്യ നടക്കുക. ഇത് വളരെയധികം മാതൃകാപരമായ മനുഷ്യത്വം ഉൾക്കൊള്ളുന്ന ഒരു പ്രവർത്തനമാണ്. അത് ഓണത്തിന്റെ തലേ ദിവസം അത് അതിനും പ്രത്യേകതയുള്ളതാണ്. ഈ വർഷത്തെ ഉത്രാട സദ്യയിലൂടെ സമാഹരിച്ച 46,000 രൂപ ഇരുകാലുകളും തകർന്ന് കിടപ്പിലായ വെളുത്തൂർ സ്വദേശി ജയന്റെ ചികിത്സയ്ക്കായി കൈമാറിക്കഴിഞ്ഞു. വയറു നിറച്ച് ഭക്ഷണം നൽകുന്നതിനൊപ്പം ഉള്ളുരുകുന്ന മനുഷ്യർക്ക് ആശ്വാസത്തിന്റെ തണലാകുകയാണ് രമേഷും അദ്ദേഹത്തിന്റെ ശ്രേയസ് ഹോട്ടലും. ഒരു 25 കൊല്ലത്തോളമായി ഞങ്ങളിവിടെ സദ്യ തുടങ്ങിയിട്ട്, കാരുണ്യ സദ്യ ആക്കിയിട്ട് 21ാമത്തെ വർഷമാണ്. ഓരോ വർഷം ഓരോ രോഗികൾക്ക് കൊടുക്കാറുള്ള പൈസ ഈ വർഷം കൊടുക്കുന്നത് വെളുത്തൂരിലുള്ള കാല് മുറിച്ച് കിടക്കുന്ന ഒരു ജയൻ ചേട്ടൻ പൈസ. TCV തൃശൂർ.